അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുർ റഹ്മാനിലെ 12ാമത്തെ ആയത്തായ വൽ ഹബ്ബു ദുൽ അസ്ഫി വർ-റൈഹാൻ, ആ ആയത്തിൻ്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചത്. അതിൽ നമ്മൾ പറഞ്ഞതെല്ലാം അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ തന്നിരിക്കുന്നു. ആ ധാന്യങ്ങളെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് ദുൽ അസ്ഫി എന്ന, ദുൽ അസ്ഫി തവിടുള്ള അല്ലെങ്കിൽ വൈക്കോലുള്ള. രണ്ടാണെങ്കിലും ആ പ്രയോഗത്തിൻ്റെ പിന്നിൽ ചില ചിന്തകൾ ഉണ്ട് എന്ന് നാം പറയുകയും ആ ചിന്തകൾ നാം പങ്കുവെക്കുകയും ചെയ്തു. തുടർന്ന് അള്ളാഹു പറയുന്നത് വർ-റൈഹാൻ. വർ-റൈഹാൻ, റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധച്ചെടികൾ എന്നാണ്. അതായത് സുഗന്ധ വിളകൾ, കുരുമുളക്, ചുക്ക്, മല്ലി തുടങ്ങിയ നമ്മുടെ ധാന്യങ്ങളെ അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ ആസ്വാദ്യകരമാക്കാൻ വേണ്ട ചേരുവകളും അള്ളാഹു തന്നു എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് വിശപ്പ് തന്നു. ഭക്ഷണത്തോടുള്ള ആർത്തിയും ആഗ്രഹവും തന്നു. ഭക്ഷിക്കുക എന്നതിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു വികാരമാക്കി അള്ളാഹു മാറ്റി. എന്നിട്ടോ അത് ആക്കുന്നില്ല, മറിച്ച് കഴിക്കുന്ന ഭക്ഷണം തൻ്റെ നാവിനും വയറിനും ഒരേപോലെ പറ്റുന്നതാക്കാൻ ആ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാൻ ആവശ്യമായ സുഗന്ധ വിളകളെയും അള്ളാഹു മനുഷ്യന് ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രമാത്രം കാരുണ്യവാനായ സൃഷ്ടാവാണ്. അതാണ് നമ്മൾ ഇവിടെ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ഈ റൈഹാൻ എന്ന് പറഞ്ഞ ഒരു മരമുണ്ട്, തുളസി എന്ന് പറയുന്നൊരു മരം. അതാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അല്ല, മിൻ അൻവാഇർ റവാഇഹി ത്വയ്യിബ വൽ മശാമിൽ ഫാഖിറ, നല്ല മണമുണ്ടാക്കാനും നല്ല രുചി ഉണ്ടാക്കാനും നാം കൊടുക്കുന്ന എല്ലാത്തേരും തുസിപ്പുൽ അഫ്വാ, മനസ്സുകൾക്ക് ആ ഭക്ഷണത്തോട് ആവേശമുണ്ടാക്കുവാനും ആത്മാവുകൾക്ക് സന്തോഷം തോന്നാനും ഒക്കെ പറ്റുന്ന നിലക്കുള്ള ഭക്ഷണത്തിൽ ചേർക്കാനുള്ള ചേരുവകൾ എന്നാണ് റൈഹാൻ എന്ന് പറയാൻ. റൈഹാൻ എന്നത് റാഹത്ത് എന്നതിൽ നിന്നാവാം, അല്ല റായിഹത്തിൽ നിന്നുമാവാം. ഇതൊക്കെ അതിൻ്റെ ഭാഷാപരമായ ചിന്തകളിലെ ചില വിഷയങ്ങളാണ്. റൈഹാൻ എന്ന വാക്ക് വന്നത് റാഹത്ത്, ആശ്വാസം, അല്ലെങ്കിൽ റൈഹാൻ എന്നത് റായിഹത്ത്, നല്ല മണം എന്ന അർത്ഥത്തിൽ നിന്നുള്ളതാണ്. എന്തായിരുന്നാലും ഞാൻ ആ രണ്ടഭിപ്രായങ്ങൾ പറയാനുള്ള കാരണം ഇതാണ്. എന്താണ്? റൈഹാൻ എന്ന വാക്ക് വന്നത് ആശ്വാസം എന്ന അർത്ഥത്തിൽ നിന്നുള്ള റാഹത്ത് എന്നതിൽ നിന്നാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നിങ്ങൾക്ക് വിശാലമായ ഭക്ഷണം തന്നു, മടുപ്പില്ലാതെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന അർത്ഥത്തിൽ മാറി മാറി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം തന്നു. അങ്ങനെ ആവാം. രണ്ടാമത്തേത് റായിഹത്ത് എന്നതിൽ നിന്നാണ് റൈഹാൻ എന്ന വാക്ക് നിഷ്പദിച്ചത് എങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ മാധുര്യം, അതിൻ്റെ ചാതുര്യം, അതിൻ്റെ ആ ഒരു രുചിഭേദം തുടങ്ങിയ മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളാവും. എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തവിടുള്ള വൈക്കോലുള്ള ധാന്യങ്ങൾ തന്നിരിക്കുന്നു. ആ ധാന്യങ്ങളിൽ കൂട്ടിക്കഴിക്കാനുള്ള സുഗന്ധച്ചെടികളെയും അള്ളാഹു തന്നിരിക്കുന്നു. ഭൂമിയെ മാത്രം തന്ന് ഇനി നിങ്ങൾ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിച്ചു കൊള്ളൂ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഓരോന്നിനെയും അള്ളാഹു കൃത്യമായി പടച്ചു വെച്ച് മനുഷ്യനിൽ അതിലേക്കുള്ള ആവശ്യം സൃഷ്ടിച്ചു വെച്ച് അത് അവനെയും ആ ഭക്ഷ്യത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൃഷ്ടികർമ്മമാണ് അള്ളാഹു നിർവഹിച്ചിരിക്കുന്നത്. ഇതെല്ലാം അള്ളാഹു പറഞ്ഞു. 12 ആയത്തുകൾ. ആ 12 ആയത്തുകളും ഓരോന്നും, അതിൽ ഒന്നാമത്തെ ആയത്ത് റഹ്മാൻ എന്നാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരോടും അനുസരിക്കാത്തവരോടും കാരുണ്യം കാണിക്കുന്നവൻ എന്നാണ്. അപ്പം അത് അള്ളാഹുവിൻ്റെ വലിയൊരു ആട്രിബ്യൂഷനാണ്, അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഗുണമാണത്. അവിടെ നിന്ന് അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങി
ഈ പറഞ്ഞ നമ്മൾ അവസാനമായി പറഞ്ഞ 12-ാമത്തെ ആയത്ത് വൽ ഹബ്ബുൽ അസ്ഫി, ആരോഗ്യദായകമായ പോഷക സമ്പന്നമായ ധാന്യങ്ങളും ആ ധാന്യങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണങ്ങൾക്ക് മാധുര്യവും ചാതുര്യവും നൽകാൻ കഴിയുന്ന സുഗന്ധവിളകളും അടക്കം തന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ 12 ആയത്തുകളിൽ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് 13-ാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ എന്നുള്ള അക്ഷരത്തിന് അവ്യയത്തിന് വലിയ അർത്ഥമാണ്. ഇതെല്ലാം തന്നു എന്നിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം തന്നു എന്നിട്ടും ബി അയ്യി ആലാഇ റബ്ബിക്കുമാ, നിങ്ങൾ 2 വിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ ഏത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് തുകദ്ദിബൂൻ നിങ്ങൾ കള്ളമാക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്ത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ 2 വിഭാഗത്തിൻ്റെയും, 2 വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ജിന്നുകളുടെയും ഇൻസുകളുടെയും, ജിന്നുകളും ഇൻസുകളുമായ നിങ്ങൾ 2 വിഭാഗവും എന്നിട്ട് നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് കളവാക്കുന്നത്? ഭൂമി അവൻ ഉണ്ടാക്കി തന്നതാണ് എന്ന് പറയുമ്പോൾ, അല്ല, അവൻ ഉണ്ടാക്കി തന്നതല്ല, ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ഞങ്ങളിവിടെ ഒരു മാസ് കണ്ടു, അത് ഞങ്ങൾ പൊട്ടിച്ചു, എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രഹങ്ങളെയും ഭൂമിയെയും സൂര്യനെയും എല്ലാം ഉണ്ടാക്കി. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അതാ ചോദ്യം. നിങ്ങൾക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കി തന്നു, ധാന്യങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യുന്നു, കൊയ്തെടുക്കുന്നു, നിങ്ങൾ അതിനെ മെതിക്കുന്നു, നിങ്ങൾ അതുകൊണ്ട് ഭക്ഷണമുണ്ടാക്കുന്നു, നിങ്ങളത് കഴിക്കുന്നു, ശരിയാണ്. പക്ഷേ ഈ ധാന്യം ഇതെവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ പാടത്ത് നിങ്ങൾ കുഴിച്ചിട്ടത് ഒരു ചെടിയായിരുന്നു. ആ ചെടി ഒരുപാട് കതിർക്കുലകളായി മാറി. എങ്ങനെ കതിർക്കുലകളാവാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ? ഒരു നെല്ല് അതിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൽ ഒരു കുലയുണ്ടാവാൻ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ എല്ലാ വസ്തുക്കൾക്കും നൽകുന്ന വെള്ളവും വളവും തന്നെയാണ് നൽകിയത്. എന്നിട്ടും ഓരോന്നിൽ നിന്നും നിങ്ങളുടെ അഭിരുചിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും ആവശ്യമായ വിധത്തിലുള്ള ധാന്യങ്ങളും പഴങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്നത്, അല്ല, ഇതൊന്നും അള്ളാഹു തന്നതല്ല എന്നാണോ? അല്ലെങ്കിൽ ഇതാര് തന്നതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ എണ്ണി 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 പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ റബ്ബ് ചെയ്ത ഏത് അനുഗ്രഹത്തെയാണ്, എന്തിൻ്റെ പേരിലാണ്, എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് നിങ്ങൾ 2 വിഭാഗവും നിഷേധിക്കുന്നത്, കളവാക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ 13-ാമത്തെ ആയത്ത് ഉൾക്കൊള്ളുന്ന ചോദ്യം ചോദിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇതിങ്ങനെ നിരത്തി 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 പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രസക്തമാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സൂറത്തുർ റഹ്മാനിലെ ഈ 13-ാമത്തെ ആയത്ത് ഇതേ വാക്യ ഘടനയോടുകൂടെ ഇവിടെ മാത്രമല്ല വരുന്നത്. ഈ സൂറത്തിൽ 31 പ്രാവശ്യം ഇതേ ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് 1-ാമത്തെ പ്രാവശ്യമാണ്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്നറിയാമോ? ഇനി അള്ളാഹു ചെയ്ത അവൻ്റെ സൃഷ്ടി മഹാത്മ്യത്തിൽ നിന്നുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി അള്ളാഹു പറയാൻ പോവുകയാണ്. അത് പറഞ്ഞിട്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ട്, അതുവഴി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിനെ ഉണർത്തിയിട്ട് അവരെ ബോധവൽക്കരിച്ചിട്ട് വീണ്ടും അള്ളാഹു ചോദിക്കും, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ ചോദ്യം കഴിഞ്ഞ് വീണ്ടും അള്ളാഹു ഈ ലോകത്ത് മനുഷ്യരായ നമ്മുടെ ജീവിതം പ്രയാസരഹിതമായി മാറുവാൻ വേണ്ടി ചെയ്തു തന്ന മറ്റേതാനും അനുഗ്രഹങ്ങൾ പറയും.
അതിലേക്കുള്ള ശ്രദ്ധ ക്ഷണിച്ചിട്ട് അള്ളാഹ് പിന്നെയും ചോദിക്കും ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അതായത് 33 പ്രാവശ്യം അങ്ങനെ ഈ സൂറത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഫസ്സിറുകൾ വലിയ ഗുരുതരമായൊരു ചോദ്യമായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരാൾ ഈ പ്രപഞ്ചത്തിലെ ഈ ദൃഷ്ടാന്തങ്ങളിൽ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ കാണാതെ പോവുകയും അതിനെ വിലമതിക്കാതെ പോവുകയും അതിനെ അവഗണിച്ച് കളയുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ വിചാരണയെ മുമ്പിൽ എത്തിച്ചേരുകയും ചെയ്താൽ മറ്റൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു എത്ര വലിയ ശിക്ഷ നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ശിക്ഷ കൊണ്ട് ഇത്തരം ആൾക്കാരെ ശിക്ഷിക്കുന്നത് തീർച്ചയായും ന്യായം തന്നെയായിരിക്കാം. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം തുറന്നാൽ, നമ്മുടെ ബുദ്ധി ഏതെങ്കിലും ഒരു രൂപത്തിൽ നാം തുറന്നു പിടിച്ചാൽ, നമ്മൾ ഒരു നിമിഷം ആലോചിക്കാൻ ശ്രമിച്ചാൽ മാത്രം നമ്മെ പരമായ സത്യത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അത് ചോദിക്കുകയും ചെയ്യുന്നു. ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഇതിൻ്റെ ഉള്ളിലൂടെ പറയുന്നത് ഇതാ, ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ്, നിങ്ങൾക്ക് കളവാക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ, കളവാക്കുന്നുവെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ആവർത്തനം എന്ന് പറയുന്നത് അറബി ഭാഷയിൽ പ്രത്യേകിച്ചും, എല്ലാ ഭാഷയിലുമുണ്ട്, ആവർത്തിച്ച് പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഗൗരവം കൈവരും. അതെല്ലാ ഭാഷയിലും നമുക്കങ്ങനെ മനസ്സിലാക്കാം. അറബി ഭാഷയിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. അറബി ഭാഷയിൽ ഇയ്യാക്ക ഇയ്യാക്ക് എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, നീ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ആവർത്തിച്ച് പറയുക എന്ന് പറയുമ്പോൾ വിഷയത്തിന് ഗാംഭീര്യവും ഗൗരവവും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ഗൗരവം, ആ ഗാംഭീര്യം മനുഷ്യന്മാർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം മനുഷ്യന്മാർക്ക് മേൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിശാചിൻ്റെ സ്വാധീനം കൂടുതലാണ്. കാരണം ജിന്നുകളോടുമുണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെയുള്ള ഒരു വർഗമാണ്, വിഭാഗമാണ് ജിന്ന്. നമുക്കറിയാം, ജിന്നുകളെയും പിശാച് വഴിഴപ്പിക്കുന്നുണ്ട്, മനുഷ്യന്മാരെയും വഴിഴപ്പിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടത്തിൽ മനുഷ്യന്മാരോടാണ് ജിന്നുകൾക്ക് ദേഷ്യം കൂടുതൽ. എന്താ കാരണം എന്നറിയാമോ? അള്ളാഹുവിൻ്റെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം കിട്ടിയത് മനുഷ്യന്മാർക്കാണല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് മലക്കുകളുടെ മുഴുവൻ സുജൂദ് ബഹുമാനത്തിന് വിധേയനാവാൻ കഴിഞ്ഞത് മനുഷ്യന്മാരാണല്ലോ. ആദരസൂചകമായി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് മനുഷ്യന്മാരോടാണല്ലോ. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് വേണ്ടി അള്ളാഹു എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അഭിപ്രായങ്ങൾക്ക് വിധേയമായി മനുഷ്യന്മാർക്ക് മുമ്പേ ഉള്ള ജനവിഭാഗമാണ് ജിന്നുകൾ എങ്കിലും മനുഷ്യന്മാർക്കാണ് വലിയ പരിഗണന കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് മേൽ പിശാചിന് സ്വാധീനം കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ഘനഗാംഭീര്യമുള്ള ചോദ്യം കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രതികരണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ജിന്നുകൾ അങ്ങനെയല്ല. ജിന്നുകൾ പ്രതികരിച്ചു. സഹിയായ ഹദീസിൽ ആ കാര്യം വന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളുമായി കണ്ടുമുട്ടിയ ദിവസം നസീബീനിലെ ജിന്നുകളുമായി തായിഫിൻ്റെ സമീപ പ്രദേശത്ത് വെച്ച് ബത്രു നഹല അലിൽ വാദി നഹല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എന്നും അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ആ സ്ഥലത്ത് വെച്ച് ജിന്നുകളുമായി സമാഗമം ഉണ്ടായപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ സൂറത്തുർ റഹ്മാൻ ഔ ഖുരിഅത് ഇൻദഹു, ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുർ റഹ്മാൻ അവർക്ക് ഓതിക്കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ
നബിയുടെ മുമ്പിൽ വെച്ച് ആ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യപ്പെട്ടു. അപ്പോൾ നബി പറയാണ്, സഹാബിമാരോട് പറയാണ്, ജിന്നുകൾ തങ്ങളുടെ റബ്ബ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നിങ്ങളെക്കാൾ നല്ല പ്രതികരണമാണ് നടത്തിയത് എന്ന് നബി പറഞ്ഞു. സൂറത്തുർ റഹ്മാൻ അവരുടെ മുമ്പിൽ ഓതപ്പെടുകയും ആ സൂറത്തുർ റഹ്മാനിൽ 31 പ്രാവശ്യം ഇതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളെക്കാൾ നല്ല പ്രതികരണം നടത്തിയത് അവരായിരുന്നു. അപ്പോൾ സഹാബിമാർക്ക് ആഗ്രഹം, അതെങ്ങനെയായിരുന്നു നബിയെ? മാതാ യാ റസൂലല്ലാഹ്, ജിന്നുകൾ പറയുമായിരുന്നു, ലാ ബിശൈഇൻ മിൻ നിഅമതി റബ്ബിനാ നുകദ്ദിബ്, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ ഒരു നിഅമത്തിനെയും കള്ളമാക്കുകയില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോൾ മനുഷ്യന്മാരെക്കാൾ ജിന്നുകളാണ് ഇതിൽ പ്രതികരിച്ചത്. സത്യത്തിൽ മനുഷ്യന്മാരാണ് പ്രതികരിക്കേണ്ടത്, മനുഷ്യന്മാരാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും ഖുർആൻ നമ്മോട് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, എന്താണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുമേൽ എന്തു തരം മൂടിയാണുള്ളത്, എന്തുകൊണ്ടാണ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കിടക്കാത്തത് എന്നൊക്കെ അള്ളാഹു നേരിട്ടോ വ്യക്തമായോ വ്യംഗ്യമായോ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ചിന്തിച്ചാൽ അത് പരമമായ സത്യത്തിലേക്കുള്ള വഴി തുറക്കലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല 13-ാമത്തെ ആയത്ത് അങ്ങനെ ചോദ്യം ഉന്നയിച്ചതിന് ശേഷം പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അടുത്ത 14-ാമത്തെ ആയത്തിൽ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. സരളമായ, വളരെ സരളമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളല്ല, ഇനി കുറച്ചുകൂടി ഗൗരവമുള്ള, ഒന്നുകൂടി അധികം ചിന്തയ്ക്ക് വിഷയീഭവിക്കാനുള്ള ചില വിഷയങ്ങൾ അള്ളാഹു പറയുന്നത്. അതിൽ ആദ്യം സൃഷ്ടിപ്പ് തന്നെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ. അപ്പം അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹു ആണ് വിധാതാവ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം അള്ളാഹു ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ടതെന്നത്? ഇതിനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അപ്പം അടിസ്ഥാനം പടപ്പാണ്, പടക്കൽ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു അടുത്ത ശ്രേണിയിലും ചോദിക്കുന്നത്, ഉണർത്തുന്നത്, ചിന്തിപ്പിക്കുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. അള്ളാഹു വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. അള്ളാഹു ഇവിടെ മനുഷ്യനെ പടച്ച, സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത്. അതേസമയം മനുഷ്യനെ നാം പടച്ചു ചിന്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചിന്തയുടെ ലോകത്ത് വിപ്ലവത്തിൻ്റെ സ്ഫോടനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. മനുഷ്യനെ ഞാൻ പടച്ചു എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുകയല്ല. ഖലഖൽ ഇൻസാന, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു, മനുഷ്യനെ അവൻ നിർമ്മിച്ചുണ്ടാക്കി, പടച്ചുണ്ടാക്കി. മിൻ സൽസാലിൻ, ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന്, കൽ ഫഖാർ, കലം പോലെ. നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം തൊട്ടു നോക്കുകയാണ്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബാഹ്യമായി ചിന്തിക്കുകയാണ്. അത് തൊലി, അതിനകത്ത് മാംസം, അതിനകത്ത് എല്ലുകൾ, അവയുടെ എല്ലാം ഇടയിലൂടെ ശരീരത്തെ സജീവമാക്കി നിർത്തുവാൻ ആവശ്യമായ രക്തചംക്രമണത്തിന് വേണ്ടിയുള്ള നാഡികൾ, ഞരമ്പുകൾ, ഇതെല്ലാമാണ് നമ്മുടെ ശരീരം. അപ്പോൾ രക്തം, മാംസം, എല്ല് എന്നിവയെല്ലാമാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക തലത്തിലെ ചിന്തയിൽ നമ്മുടെ ഈ ശരീരത്തിനുള്ളത്. അങ്ങനെയുള്ള ശരീരത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. മണ്ണിൽ നിന്ന് എന്നല്ല, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. മാത്രമല്ല ആ കളിമണ്ണ് നന്നായി ഉണങ്ങിയ കളിമണ്ണായിരുന്നു, നന്നായി ഉണങ്ങിയ കളിമണ്ണായിരുന്നു. ഉണക്കം എത്രമാത്രം ഉണ്ടായിരുന്നറിയാമോ? കലം പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന, കലം പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന തരത്തിലുള്ള കളിമണ്ണിൽ നിന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ചിന്തയുടെ വ്യാസം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ പലതരം വാക്കും പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചില ആൾക്കാർക്ക് ചില തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ എന്താണെന്നും അതെന്തുകൊണ്ട് വന്നു എന്നും ആ തെറ്റിദ്ധാരണ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നും പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.